പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ക്രിസ്തു യേശുവിലെ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ, ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ പൊന്നു തമ്പുരാൻ്റെ പാദപീഠത്തിൽ ഇങ്ങനെ ചേർന്നിരിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഭാഗ്യം തന്നല്ലോ. ദൈവത്തെ സ്തുതിക്കാം. പാപവും അനുതാപവും എന്ന ഒരു വിഷയത്തെക്കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിന്തിച്ച് തുടങ്ങുകയായിരുന്നു. എവിടെയായിരുന്നു പാപത്തിൻ്റെ ഉത്ഭവം എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചിന്തിച്ചത്. അത് പിശാചിലാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. അത് ഇന്നും അനേകം ആളുകളുടെ മേൽ അതേ പാപം നടമാടുന്നുണ്ട് എന്ന് നമ്മൾ ചർച്ച ചെയ്തു. അത് എന്നിലുമുണ്ട് എന്ന കണ്ടെത്തലിലാണ് ആ സന്ദേശം നമ്മൾ അവസാനിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ പിശാചിൽ ഉടലെടുത്ത പാപം എങ്ങനെയാണ് മനുഷ്യനിലേക്ക് എത്തിയത്? എങ്ങനെയാണ് ആ പാപം മനുഷ്യൻ്റെ മേൽ അധികാരം നടത്താൻ തുടങ്ങിയത്? അതാണ് ഇന്ന് നാം ചിന്തിക്കേണ്ടതായ വിഷയം. അത് സകല മനുഷ്യർക്കും പിതാവായിരിക്കുന്ന ആദമിൽ കയറിപ്പറ്റിയതിലൂടെ അവൻ്റെ തലമുറകളിലേക്ക് പകരപ്പെടുകയായിരുന്നു, ജീനുകളിലൂടെ പകരപ്പെടുകയായിരുന്നു. ശാസ്ത്രം വളർന്നപ്പോഴാണ് ഈ ജീനുകളിലൂടെ സ്വഭാവ വിശേഷങ്ങളും സ്വഭാവ വൈകൃതങ്ങളും പകരപ്പെടും എന്ന ബോധ്യമൊക്കെ ലോകത്തിന് ലഭിച്ചത്. പാരമ്പര്യമെന്നോ അതുമല്ലെങ്കിൽ തലമുറകൾക്ക് പകർന്നു കിട്ടുന്ന ചില ശീലങ്ങളെന്നോ ഒക്കെ അതിനെ പൂർവ്വകാലത്ത് വിളിച്ചിരുന്നു. അത് ശാസ്ത്രീയമായി ജീനുകളിലൂടെ പകരപ്പെടുന്നുണ്ട് എന്ന വലിയ വിലയിരുത്തലിലേക്കും തെളിവുകളിലേക്കുമൊക്കെ ഇപ്പോൾ ശാസ്ത്രം നമ്മെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. ആദ്യ മനുഷ്യനായ ആദാം, അവൻ്റെ തലമുറകളാണ് ലോകം മുഴുവനും ഇന്നുള്ള മനുഷ്യർ. അവനിൽ ഉടലെടുത്തതാണ്, അവനിൽ ആരംഭത്തിൽ കയറിക്കൂടിയതാണ് ഈ പാപം. അതിൻ്റെ പശ്ചാത്തലമൊക്കെ നമുക്ക് നന്നായിട്ടറിയാം. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ തിരുവചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, വളരെ വ്യക്തമായി വ്യാഖ്യാനിച്ച് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഏക മനുഷ്യനാൽ, ആ മനുഷ്യൻ ആദാമാണ്. ഏക മനുഷ്യനാൽ പാപമോചനം സാധിച്ചു എന്നതിൻ്റെ തുടർച്ചയായി എഴുതിയിട്ടുണ്ട്, അത് യേശുക്രിസ്തുവാണ്. നമുക്ക് പിന്നീട് അതിലേക്ക് വരാം. ഏക മനുഷ്യനാലാണ് പാപം ലോകത്തിൽ കടന്നത്, ആദമിനാൽ തന്നെ. നമ്മൾ ആ സംഭവമൊന്ന് വിലയിരുത്തുമ്പോൾ സ്വാഭാവികമായും ആദ്യം പാമ്പുമായി സംസാരിച്ചത് ആദമല്ല, ഹൗവയാണ്. പാമ്പുമായിട്ടൊരു സൗഹൃദം സ്ഥാപിച്ചത് ആദമല്ല, ഹൗവയാണ്. അവിടെയൊന്നും ആദമിനെ നമ്മൾ സ്ക്രീനിലെങ്ങും കാണുന്നില്ല. ആദം ആ ഭാഗത്തുള്ളതായി പോലും നമുക്ക് ഒരു തെളിവും കിട്ടുന്നില്ല. ഹൗവയാണ് പാമ്പുമായി സംഭാഷണം ആരംഭിക്കുന്നത്. അവർ തമ്മിലുള്ള സംഭാഷണമാണ് പതുക്കെ പതുക്കെ വഴുതി ഈ വൃക്ഷത്തിലേക്കും അതിൻ്റെ ഫലത്തിലേക്കും എത്തുന്നത്. ആ വൃക്ഷഫലത്തെക്കുറിച്ചുള്ള പാമ്പിൻ്റെ ചോദ്യങ്ങൾക്കാണ് ഹൗവ ഉത്തരം പറയുന്നത്. അവിടെയെല്ലാം സംസാരിക്കുന്നത് ഹൗവയാണ്. പാമ്പിൻ്റെ അതിശക്തമായ പ്രേരണയ്ക്ക് വശംവദയായി ആ വൃക്ഷഫലം കൈനീട്ടി പറിച്ചത് ഹൗവയാണ്. അവിടെയും ആദവനെ നമ്മൾ ഇവിടെ സ്ക്രീനിൽ കാണുന്നില്ല. ആ പഴം ആദ്യം തിന്നതും ഹൗവയാണ്. അവൾ തിന്നു, കൂടെ ഉണ്ടായിരുന്ന ആദവനും കൊടുത്തു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അവൾ തിന്ന ശേഷമാണ് അവനത് കൊടുത്തത്. സ്വാഭാവികമായും അതിനുശേഷമാണ് അവനത് തിന്നിട്ടുള്ളത്. പക്ഷേ ഇവിടുത്തെ ഒരു വലിയ സങ്കീർണത, ഹൗവയാണ് ഇതിനെല്ലാം മുൻകൈയെടുത്തത്. ഹൗവയാണ് പഴം പറിച്ചത്, ഹൗവയാണ് തിന്നത്, ഹൗവയാണ് തീരുമാനമെടുത്തത്. പക്ഷേ ആ കുറ്റം ആദമിൽ ചാർത്തപ്പെട്ടിരിക്കുന്നു. സ്വാഭാവികമായും ആര് ചിന്തിച്ചാലും അതിനകത്തൊരു നീതികേടുണ്ട്. എന്തുകൊണ്ടിത് ആദാമിൽ ചാർത്തപ്പെട്ടു? ആദ്യം മുതൽ പറയുന്നവരെല്ലാം പറയുന്നത് ആദാമ്യ പാപം എന്നാണ്. ഇവിടെ അപ്പോസ്തലനായ പൗലോസും പറയുന്ന ഏക മനുഷ്യനാൽ പാപം ലോകത്തിൽ കടന്നു, അത് ആദമിനെക്കുറിച്ചാണ്. എന്തുകൊണ്ട് ഈ സ്ത്രീയെ ഇവിടെ പരാമർശിച്ചില്ല? എന്തുകൊണ്ട് ആ കുറ്റം അവളിൽ ആരോപിച്ചില്ല? എന്തുകൊണ്ട് അവളെ ഇവിടെ മാറ്റി നിർത്തി, എന്നിട്ട് ആദമിൻ്റെ പേർ അവിടെ ചേർത്ത് വെച്ചു? എന്തുകൊണ്ട്? ചിലർ പറയുന്നത്
ആദമിൽ നിന്ന് ഹൗവ എടുക്കപ്പെട്ടതുകൊണ്ട് അവൾ ചെയ്യുന്ന എല്ലാ തെറ്റിൻ്റെയും റെസ്പോൺസിബിലിറ്റി ആദമിനാണ്. അതുകൊണ്ടാണ് അവൻ്റെ പേരിൽ അത് ചാർത്തപ്പെട്ടത്. മറ്റു ചിലർ പറയുന്നത് ആദാം ഹൗവയെ ശ്രദ്ധിക്കണമായിരുന്നു, അവളോടൊപ്പം അവൻ ഉണ്ടായിരുന്നു എന്ന അവസാന ഭാഗത്ത് പറയുമ്പോൾ അവളുടെ ഇടപെടലുകളിൽ അവൻ കയറി ഇടപെട്ട് അരുത്, അങ്ങനെ ഒരു സംഭാഷണം പാടില്ല, പാമ്പുമായി സംസാരിച്ചുകൂടാ എന്ന് വിലക്കണമായിരുന്നു. ഇതിനൊന്നും അവൻ മുതിർന്നില്ല. അവൾ ചെയ്തുകൊണ്ടിരുന്നത് സാഗൂതം നോക്കിക്കൊണ്ടിരുന്ന അവൾ കൊടുത്ത പഴവും വാങ്ങി തിന്നതുകൊണ്ട് അവനാണതിൻ്റെ ഉത്തരവാദി എന്ന് ചിലർ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇനി ഇതൊന്നുമല്ലാത്ത ഒരു വ്യാഖ്യാനം, വളരെ ശക്തമായൊരു വ്യാഖ്യാനം ഞാൻ മുമ്പ് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇതെല്ലാം ആദം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ആദമിനും വലിയ നിശ്ചയമില്ല, പാമ്പ് പറയുന്നതാണോ ശരി, ഈ ദൈവം പറഞ്ഞതാണോ ശരി. ഹൗവയ്ക്ക് ഒട്ടും നിശ്ചയമില്ല. ദൈവം ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, വ്യക്തമായി ദൈവം കൽപ്പിച്ചിട്ടുണ്ട്, തിന്നാൽ മരിക്കും, തിന്നരുത്. ഇവിടെ പാമ്പ് പറയുന്നത് മരിക്കില്ല, മറിച്ച് നീ ദൈവത്തെ പോലെയാകും. ദൈവത്തെ പോലെ ആവുക എന്ന് പറയുന്നത് അത്ര ലളിതമായ കാര്യമൊന്നുമല്ല. മനുഷ്യൻ എന്തായാലും ദൈവമല്ല. ദൈവമാകാൻ അവൻ ശ്രമിച്ചാൽ അവനെ കൊണ്ടോട്ടാകുകയുമില്ല. എന്നാൽ ഇവൻ ദൈവത്തെ പോലെ ആകും എന്നതാണ് പാമ്പിൻ്റെ പ്രലോഭനം. രണ്ട് കാര്യമാണ് പാമ്പ് ഇവിടെ തറപ്പിച്ച് പറയുന്നത്. ഒന്ന്, മരിക്കില്ല. രണ്ട്, ദൈവത്തെ പോലെ ആകും. മരിക്കില്ല എന്ന് കേൾക്കുന്നത് തന്നെ വലിയൊരു ആശ്വാസമാണ്. ദൈവത്തെ പോലെ ആകുമെന്ന് കേൾക്കുന്നത് ഒരു പരമാനന്ദവുമാണ്. അപ്പോഴും ഹൗവ ആദമിനോട് എന്തെങ്കിലും ചോദിക്കുകയോ പറയുകയോ, ആദാം ഹൗവയോട് എന്തെങ്കിലും ചോദിക്കുകയോ പറയുകയോ ചെയ്തതായി നമ്മൾ ഒരു സ്ഥലത്തും കാണുന്നില്ല. ഹൗവ തന്നെയാണ് ഇവിടെ ഡിസിഷൻ എടുക്കുന്നത്. ഞാനിത് തിന്നും, ഞാൻ മരണത്തെ ജയിക്കും, ഞാൻ ദൈവത്തെ പോലെയാകും. അവൾ പഴം പറിച്ചു, അവൾ തിന്നു. ആദാം ദൃക്സാക്ഷിയാണ്. അവൾ തിന്നതിന് ശേഷമാണ് ഈ പഴം അവൾ ആദമിന് കൊടുക്കുന്നത്. ഇവിടെ എന്താണ് സംഭവിച്ചത്? അവൾ ആ പഴം തിന്ന നിമിഷം അവൾക്കുണ്ടായിരുന്ന തേജസ് നഷ്ടപ്പെട്ടു പോയി. അവൾക്കുണ്ടായിരുന്ന അഴക് ചോർന്നുപോയി. അവൾക്കുണ്ടായിരുന്ന ആ സൗന്ദര്യം നഷ്ടപ്പെട്ടു. അവളുടെ ഭാവമാകെ മാറി. അവളിൽ വന്ന ഭാവമാറ്റം ആദമിനെ വല്ലാതെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. അതുവരെ സൂര്യനെപ്പോലെ പ്രശോഭിച്ചുകൊണ്ട് നിന്നവൾ, അതുവരെ മുഖത്ത് ആർക്കും വർണ്ണിക്കാനാകാത്ത പരമാനന്ദം തളം കെട്ടി നിന്ന ഭാവമുള്ളവൾ, അതുവരെ വളരെ ആകർഷകത്വമായ രൂപലാവണ്യമുണ്ടായിരുന്നവൾ, ഇപ്പോൾ അവളുടെ ഭാവമാകെ മാറി. ഇപ്പോൾ ആ മുഖത്ത് ആസ്വാദ്യകരമായ അല്ലെങ്കിൽ ആരെയും ആകർഷിക്കത്തക്കതായ ഒരു ഭാവമില്ല. വല്ലാത്തൊരു നിരാശയും വല്ലാത്ത ഒരു ആശങ്കയും വല്ലാത്തൊരു അസ്വസ്ഥതയും നിഴലിട്ടിരിക്കുന്നു. അവളുടെ ഹൃദയനിലയാകെ തകരാറായിരിക്കുന്നു. അവളുടെ പ്രശോഭയാകെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അവളാകെ തകർന്നു പോയിരിക്കുന്നു. ഈ ഹൗവയാണ് ആദമിന് നേരെ പഴം നീട്ടുന്നത്. അവൻ ആ പഴം വാങ്ങി കയ്യിൽ പിടിച്ചു. ഹൗവയെ സൂക്ഷിച്ചു നോക്കി. അവൾ ദയനീയമായ ആദമിനെ നോക്കി. അവിടെ എഴുതിയിട്ടില്ല എങ്കിലും അച്ഛൻ ഇങ്ങനെ അത് മനസ്സിൽ കണക്ക് കൂട്ടട്ടെ. അവൾ പറഞ്ഞു കാണണം, എന്നെ ഉപേക്ഷിക്കരുത്, എന്നെ തനിച്ചാക്കരുത്. അങ്ങ് കൂടെ ഈ പഴം തിന്നാൽ നമ്മൾ ഒരുപോലെ ഇരിക്കും, നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. അങ്ങ് ഈ പഴം തിന്നുന്നില്ലെങ്കിൽ എനിക്ക് തുണയില്ലാതെയാകും, ഞാൻ നഷ്ടപ്പെട്ടവളായി പോകും. അങ്ങനെ ഉപേക്ഷിക്കരുത്. ഇവിടെ ആദമിൻ്റെ മനസ്സിൽ വലിയ ഒരു യുദ്ധം നടക്കുകയാണ്, വലിയൊരു സംഘർഷം. ആ യുദ്ധം ഇതാണ്: ഈ കനി തിന്നാതിരുന്നാൽ എനിക്ക് ദൈവ കൂട്ടായ്മയിൽ തുടരാം, കനി തിന്നാൽ എൻ്റെ പെണ്ണിനോടുകൂടെ എനിക്ക് തുടർന്ന് ജീവിക്കാം. ഇവിടെയാണ് സംഘർഷം. ദൈവം വേണമോ ഹൗവ വേണമോ? ഈ സംഘർഷത്തിൽ ആദാം വളരെയധികം ഉലഞ്ഞുപോയി. സഭയുടെ പുണ്യപ്പെട്ട പിതാക്കന്മാർ എഴുതിയിട്ടുള്ളത് 3 നാഴിക നേരം അവൻ ഏദൻ തോട്ടത്തിൽ കനി കയ്യിൽ പിടിച്ച് ഇരുന്ന് ആലോചിച്ചു എന്നാണ്.
ഈ കഴിഞ്ഞ വലിയ വെള്ളിയാഴ്ചയുടെ ധ്യാനത്തിൽ അത് വായിച്ചത് ഞാൻ ഓർക്കുന്നു. 3 മണിക്കൂർ നേരം ആദാം ഈ പഴം കയ്യിൽ പിടിച്ച് ഇരുന്നു കൊണ്ട് ആലോചിച്ചു, തിന്നണമോ വേണ്ടയോ, തിന്നണമോ വേണ്ടയോ. വളരെയധികം ആലോചിച്ചിട്ടാണ് ആദാം ഒരു തീരുമാനമെടുത്തത്. തൽക്കാലം എനിക്ക് ഹൗവയെ മതി, ദൈവത്തെ വേണ്ട. തൽക്കാലം എനിക്ക് ഹൗവയെപ്പോലെ ആയാൽ മതി, ദൈവത്തെ പോലെ ആകണ്ട. ദൈവസ്വരൂപത്തിലും ദൈവസാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, ദൈവമൂക്കിൽ ജീവശ്വാസം ഊതിയ മനുഷ്യൻ, ദൈവത്തോട് കൂട്ടായ്മ ആചരിപ്പാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്ന മനുഷ്യൻ, ദൈവപ്രകാശത്തിൽ ജ്വലിച്ചു കൊണ്ടിരുന്ന മനുഷ്യൻ, മാലാഖമാരേക്കാൾ ശ്രേഷ്ഠമായ പദവി ഉണ്ടായിരുന്ന മനുഷ്യൻ നിർണായകമായൊരു തീരുമാനമെടുത്തു, എനിക്ക് തൽക്കാലം ഹൗവ മതി, അവളോടൊപ്പം ആയാൽ മതി. പുരുഷൻ തൻ്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും എന്ന പ്രഖ്യാപനം. ഇവൻ ദൈവത്തെ വിട്ട് ഹൗവയോട് പറ്റിച്ചേരാൻ സ്വയം തീരുമാനിച്ചു. ഇവിടെ വ്യത്യാസം എന്താണെന്നറിയാമോ? ഹൗവ പഴം തിന്നുമ്പോൾ തിന്നാൽ എന്ത് എന്ന ചോദ്യത്തിന് മുമ്പിൽ ഹൗവയ്ക്ക് ഉത്തരമില്ല. എന്നാൽ ആദാം പഴം തിന്നുമ്പോൾ തിന്നാൽ എന്ത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം അവൻ്റെ മുമ്പിൽ നിൽപ്പുണ്ട്. ഹൗവ ഇത് കണ്ണാലെ കണ്ടിട്ടും ബോധ്യപ്പെട്ടിട്ടും മനഃപൂർവമായി അവൻ ആ പഴം തിന്നു. ഹൗവ പരീക്ഷണാർത്ഥമാണ് തിന്നത്, ആദം മനഃപൂർവമാണ് തിന്നത്. ഇവിടെയാണ് ആദമിൽ പാപത്തിന് ആഴമായ സ്വാധീനം കിട്ടിയത്. ശരിക്കും പറഞ്ഞാൽ പിശാച് ഹൗവ വഴി ആദമിൽ കയറി അധികാരം നടത്തുകയായിരുന്നു. പിശാചിനെ സംബന്ധിച്ച് ഹൗവ ഒരു ട്രാക്ക് മാത്രമായിരുന്നു, ആദമിലേക്ക് കയറാനുള്ള വഴി. ആദമായിരുന്നു ടാർഗറ്റ്. അത് വളരെ സമർത്ഥമായി പിശാച് നേടിയെടുത്തു. ഇവിടെ ആദം നിർണായകമായ തീരുമാനമെടുക്കേണ്ട സമയത്ത് വളരെ ദുർബലമായ ഒരു നിലപാടാണ് എടുത്തത്. പലപ്പോഴും പ്രിയപ്പെട്ടവരെ, വളരെ നിർണായകമായ ചില നിലപാടുകൾ എടുക്കേണ്ടി വരുമ്പോൾ ദുർബലമായ നിലപാടെടുക്കേണ്ടി വരുന്നത് വലിയ പരാജയമാണ്. തനിക്ക് മാത്രമല്ല, തൻ്റെ തലമുറകൾക്കും സന്തതി പരമ്പരകൾക്കും അത് വലിയ ദുരന്തങ്ങൾ വരുത്തി വയ്ക്കും. ഇവിടെയാണ് ആദ്യ മനുഷ്യനായ ആദമിൽ പാപം കൂടുകൂട്ടിയത്. പിന്നീട് അവനിൽ നിന്ന് ജനിച്ച സകല തലമുറകളിലേക്കും ഈ പാപശീലം ജീനുകളിലൂടെ പകരപ്പെടുകയായിരുന്നു. തിരിച്ചറിയുക, ഇന്നും അത് തുടരുകയാണ്. കാരണം ആ ഒരു ആരംഭത്തിൽ നിന്നാണ് ലോകത്തുള്ള സകല തലമുറകളും രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. വംശങ്ങളും ഗോത്രങ്ങളുമായി അത് വിഭജിക്കപ്പെട്ടുവെങ്കിലും, കറുത്തവരും വെളുത്തവരും പല നിറമുള്ളവരുമായി മനുഷ്യൻ വിഭജിക്കപ്പെട്ടുവെങ്കിലും, ഇതിൻ്റെ എല്ലാം മൂലം ആദമിലാണ്. അടിസ്ഥാനപരമായ റൂട്ട് അവിടെയാണ്. അവിടെ നിന്നാണ് ഇത് ലോകം മുഴുവനും വ്യാപിക്കുന്നത്. ഏകമനുഷ്യനാൽ പാപം ലോകത്തിലാകമാനം പടർന്നു പിടിച്ചു എന്ന ചിന്ത ഇവിടെയാണ് നമ്മളെ അത്ഭുതപ്പെടുത്തേണ്ടത്. പ്രിയമുള്ളവരെ, നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഒരുപക്ഷെ ചിലർ പറഞ്ഞേക്കാം, ഇതെൻ്റെ കുറ്റം കൊണ്ട് സംഭവിച്ചതല്ലോ, ആദം ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ ഞാനും അനുഭവിക്കുകയാണ്, അതെൻ്റെ കുറ്റമല്ലല്ലോ എന്ന് നമ്മൾ വ്യാഖ്യാനിച്ചേക്കാം. എന്നാൽ അങ്ങനെ എന്നിലേക്ക് പകർന്നു കിട്ടുന്ന സകല പാപങ്ങൾക്കും പ്രായശ്ചിത്തമായി യേശു ക്രിസ്തു മരിച്ചിട്ടുണ്ട്. ഒരു കഴുകപ്പെടലിലൂടെ എനിക്കതിന്മേൽ ജയം കിട്ടും. അതിനാണ് വിശുദ്ധ മാമോദീസ. അത് നമുക്ക് പിന്നീട് കുറേ കൂടെ ഗഹനമായി ചിന്തിക്കാം. മനുഷ്യൻ്റെ വീഴ്ച എന്നുള്ളത് ഒരു വസ്തുതയാണ്, നീക്കം വരാത്ത ഒരു യാഥാർത്ഥ്യമാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 16 വരെ തിരുവചനങ്ങളിൽ ആ വീഴ്ച വരച്ചു വച്ചിട്ടുണ്ട്. അവിടെ 2-3 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ വീഴ്ചയിലേക്ക് മനുഷ്യനെ കൊണ്ടുചെന്നെത്തിച്ചത്, ഒന്നാമത് അവർ ദൈവത്തെ സംശയിച്ചു എന്നുള്ളതാണ്. വിശ്വാസത്തെ തകർത്ത് കളയുന്ന ഒരു സംഗതിയാണ് സംശയം. സംശയം തുടങ്ങുന്നിടത്ത് വിശ്വാസം മരിക്കുകയാണ്. ഉദാഹരണം, ഇപ്പോൾ ഭാര്യ ഭർത്തൃബന്ധം.
ഭാര്യ ഭർത്താവിനെ വിശ്വസിക്കണം, ഭർത്താവ് ഭാര്യയെ വിശ്വസിക്കണം. ആരും പരസ്പരം വഞ്ചിക്കരുത്. തൻ്റെ പങ്കാളി തന്നെ വഞ്ചിച്ചിട്ടില്ല എന്നിരിക്കെ ഒരു ഭാര്യയ്ക്കോ ഭർത്താവിനോ തൻ്റെ പങ്കാളിയോട് സംശയം തോന്നുകയാണ്. ഈ ആളുടെ നിലപാട് ശരിയല്ല, ഈ ആൾ പോകുന്നത് വേറെന്തോ രഹസ്യ കാര്യത്തിനാണ്, ഈ ആൾ എന്നോട് ചിലതൊക്കെ മറച്ചു വയ്ക്കുന്നുണ്ട്, ഈ ആൾക്ക് ചില രഹസ്യ ബന്ധങ്ങളുണ്ട്, ഈ ആൾക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാടുള്ളത് കൊണ്ട് സൂക്ഷിക്കണം. അന്ന് മുതൽ ഈ സംശയം ജനിച്ചയാൾ മറ്റേയാളെ വാച്ച് ചെയ്യാനായിട്ട് തുടങ്ങും. നിരന്തരം അയാളെ പിന്തുടരുകയാണ്. അവരുടെ ഫോൺ വിശദമായി പരിശോധിക്കുക, അവർ ആരോടൊക്കെ സംസാരിക്കുന്നു എന്ന് നിരീക്ഷിക്കുക, സംസാരിക്കുമ്പോൾ അയാൾ അവരെ സ്പർശിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുക. പുരുഷനാണ് സംശയിക്കുന്നതെങ്കിൽ അയാളുടെ ഭാര്യയ്ക്ക് മറ്റ് പുരുഷന്മാരോടുള്ള ഇടപെടലുകളെക്കുറിച്ച്, അത് സ്വന്തം ആളെ ആയിക്കൊള്ളട്ടെ അപ്പനായിക്കൊള്ളട്ടെ, തെറ്റായി അതിനെ വ്യാഖ്യാനിക്കുക. ഇനി ഒരു സ്ത്രീയിലാണ് ഈ സ്വഭാവം ഉടലെടുക്കുന്നതെങ്കിൽ ഈ പുരുഷൻ സംസാരിക്കുന്നത് സ്വന്തം അമ്മയോടായാലും സഹോദരിയോടായാലും സഹോദരങ്ങളുടെ മക്കളോടായാലും അതൊരു പെൺകുട്ടിയോടാണെങ്കിൽ അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുക. അയൽപക്കത്തുള്ള മനുഷ്യരോട് സംസാരിക്കുന്നത് വേറെ ഉദ്ദേശത്തിലാണെന്ന് തെറ്റായി വ്യാഖ്യാനിക്കുക. സംശയം ജനിച്ചിടത്ത് വിശ്വാസം മരിച്ചു. പിന്നെ ആ വ്യക്തിയെ സംശയത്തിൻ്റെ കണ്ണുകൊണ്ട് മാത്രമേ നോക്കിക്കാണാൻ സാധിക്കുകയുള്ളൂ. ഇയാൾ ചതിക്കും, ഇവൾ വഞ്ചിക്കും, ഇത് വിശ്വസിക്കാൻ കൊള്ളില്ല. എത്ര ഭയാനകമാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു മനോനില. ഇന്ന് ഒരുപാട് പേരിൽ ഈ മാനസിക വൈകൃതം കുടികൊള്ളുന്നുണ്ട്. പക്ഷേ ചിലപ്പോഴൊക്കെ അവർക്ക് തന്നെ അറിയാം ഞാൻ ഈ ചിന്തിക്കുന്നതിൽ ഒരു യാഥാർത്ഥ്യവുമില്ല എന്ന്. പക്ഷേ അവർ സമ്മതിക്കില്ല. അവർ നിരന്തരമായി അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയോ അതിങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയോ അതിനുവേണ്ടി വാദിച്ചു കൊണ്ടിരിക്കുകയോ ചെയ്യും. അങ്ങനെയുള്ളവരുടെ വീടുകളിൽ നിരന്തരം സംഘർഷങ്ങളാണ്, വാദപ്രതിവാദങ്ങളാണ്. സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കുറ്റമാണ് സംശയരോഗി തൻ്റെ പങ്കാളിയെക്കുറിച്ച് പറയുന്നത്. അയാളത് സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല. ആ ആൾ ഇന്ന കാരണം കൊണ്ടാണ് ഇന്ന ആളോട് ഇന്ന സമയത്ത് ഇന്ന രീതിയിൽ ഇടപെട്ടത് എന്ന് ഇയാൾ വ്യാഖ്യാനിക്കുകയാണ്, അല്ലെങ്കിൽ ആൾ വ്യാഖ്യാനിക്കുകയാണ്. എന്തൊരു നിസ്സഹായതയാണ് പ്രിയപ്പെട്ടത്. ആ വ്യക്തി അങ്ങ് തകർന്നു പോവുകയാണ്. ഇതിന് ഇരയാകേണ്ടി വരുന്നയാൾ എത്രമാത്രം വേദന തിന്നേണ്ടി വരുന്നു, എത്രമാത്രം ടോർച്ചറിങ് സഹിക്കേണ്ടി വരുന്നു. സംശയമുള്ളയാൾ വലിയൊരു അപകടകാരിയാണ്. ഈ സംശയത്തെക്കാൾ വലിയ ഒരു എന്താ പറയുക, ഒരു അവിശ്വസ്തതയും ഒരു മാരകമായ പാപവും ഏതാണ് എന്ന് ചോദിച്ചാൽ കണ്ടെത്താൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. വിശ്വസിക്കണം. ദൈവത്തെ വിശ്വസിക്കേണ്ട മനുഷ്യൻ സംശയിച്ചു. ആ സംശയം വളരെ ഭയാനകമായ ഒരു മനോനിലയിലേക്ക് അവരെ എത്തിക്കുകയാണ്. ദൈവത്തെ അവിശ്വസിച്ചു എന്ന് പറയുന്നിടത്ത് വേറൊരു കുഴപ്പം കൂടെ സംഭവിച്ചു. പാമ്പിനെ വിശ്വസിച്ചു എന്നൊരു കുഴപ്പം. പാമ്പിനെ വിശ്വസിച്ചിടത്താണ് ദൈവത്തിൽ അവിശ്വാസം ജനിക്കുന്നത്. ഇവിടെ സൃഷ്ടാവായ ദൈവത്തെക്കാളധികം ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ട പാമ്പ് അവരുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താൻ തുടങ്ങി. അതിലേക്ക് ഹവ്വയെ കൊണ്ടുചെന്നെത്തിച്ചത് മോഹമാണ്. അരുത് എന്ന് വിലക്കിയ വൃക്ഷത്തിൻ്റെ കീഴിൽ ചെന്ന് നിന്ന് അതിലെ പഴത്തെ സശ്രദ്ധം നോക്കി അവളിൽ അത് കഴിച്ചാൽ എന്തായിരിക്കും എന്നുള്ള ചിന്ത, മോഹം ഉടലെടുത്തിടത്ത് നിന്നാണ് ഈ ഇടം പിശാചിന് കിട്ടുന്നത്. അങ്ങനെ ഹവ്വ തയ്യാറായില്ലായിരുന്നെങ്കിൽ ഒരിക്കലും അങ്ങനൊരു ഇടം പിശാചിന് കിട്ടില്ലായിരുന്നു. ആ വൃക്ഷച്ചുവട്ടിൽ അവൾ ചെന്ന് നിന്നില്ലായിരുന്നുവെങ്കിൽ സ്വാഭാവികമായും ഇവിടെ സ്വാതന്ത്ര്യത്തിൻ്റെ ദുർവിനിയോഗമുണ്ട്. അപ്പോൾ ഒന്നാമത് സംശയമാണ്. പിന്നെ ചേർത്ത് വയ്ക്കേണ്ടത് ദൈവത്തിനും ദൈവവചനത്തിനും എതിരായ പ്രസ്താവനകൾക്ക് കാതുകൊടുക്കുക. ഇന്ന് അനേകം വിശ്വാസികളായ ദൈവമക്കൾ തെറ്റിപ്പോയിട്ടുള്ളതിൻ്റെ അടിസ്ഥാന കാരണങ്ങളിൽ ഒന്ന് ഇതാണ്. അതിൽ ആണുങ്ങളുമുണ്ട് പെണ്ണുങ്ങളുമുണ്ട്.
ദൈവത്തിനെതിരെ സംസാരിക്കുന്നവർക്ക് കാതു കൊടുക്കുക, ജിജ്ഞാസയോടെ കാതു കൊടുക്കുക. ദൈവവചനത്തിനെതിരെ സംസാരിക്കുന്നവർക്ക് വളരെയധികം ശ്രദ്ധ കൊടുക്കുക. എന്ത് വലിയൊരു അപകടമാണത്! എനിക്കറിയാവുന്ന ചില ചെറുപ്പക്കാർ, ചില കുഞ്ഞുങ്ങൾ, ആൺകുട്ടികളുമുണ്ട് പെൺകുട്ടികളുമുണ്ട്. അവർ ദൈവവചനം വായിക്കുന്നതിൽ എത്രയോ അധികം സമയം, അല്ലെങ്കിൽ ദൈവവചനം കേൾക്കുന്നതിനേക്കാൾ എത്രയോ അധിക സമയം ഇതിനെതിരെ പറയുന്നത് കേൾക്കാൻ അവർ കാത് കൂർപ്പിച്ചിരിക്കുകയാണ്, കണ്ണു തുറന്നിരിക്കുകയാണ്. ഉറപ്പായിട്ടും അവർ വീണു പോകും. ഒന്നുകിൽ അവർ വിശ്വാസം വിട്ട് വ്യതിചലിക്കും, ചിലപ്പോൾ അവർ ദൈവമില്ലെന്ന് പറയുന്നവരുടെ സംഘത്തിൽ ചേരും, ചിലപ്പോൾ അവർ യുക്തിവാദികളായി മാറും, ചിലപ്പോഴവർ ഇങ്ങനെ സംസാരിക്കുന്നവരുടെ വശീകരണ തന്ത്രങ്ങളിൽ കുരുങ്ങി അവരായിരുന്ന വിശ്വാസ അവസ്ഥയിൽ നിന്നും പാരമ്പര്യത്തിൽ നിന്നും ഒക്കെ അവർ വഴുതി മാറിപ്പോകും. ഈ ഔവയ്ക്ക് പറ്റിയ അതേ അബദ്ധമാണത്. അവർ പറയുന്നത് ഞങ്ങൾ അവരുടെ തെറ്റ് തിരുത്താൻ ശ്രമിച്ചു എന്നാണ്. പാമ്പും അത് തന്നെ പറഞ്ഞത്, ഞാൻ അവരുടെ തെറ്റ് തിരുത്താൻ ശ്രമിച്ചു എന്ന്. എന്നിട്ട് പാമ്പ് അവസാനം പറയും അവരുടെ കണ്ണ് തുറന്നല്ലോ, അവർ പരസ്പരം നഗ്നരാണെന്ന് അറിഞ്ഞല്ലോ, ദൈവവും പറഞ്ഞല്ലോ അവർ തമ്മിൽ ഒരുത്തിനെ പോലെ ആയി കഴിഞ്ഞു എന്ന്. എങ്ങനെ നന്മയും തിന്മയും തിരിച്ചറിയാൻ? അപ്പം ഞാൻ പറഞ്ഞതല്ലേ ശരി എന്ന് പാമ്പ് വ്യാഖ്യാനിച്ചാൽ ഒരു പക്ഷേ നമ്മൾ എന്ത് ഉത്തരം പറയും പ്രിയപ്പെട്ടവരെ? അവനങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ അതല്ലേ ശരി എന്ന് ചിന്തിക്കുന്നു, അതിലും വലിയ അപകടമല്ലേ? അപ്പോൾ പിശാചിന് ന്യായീകരണങ്ങളുണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തിനെതിരെയോ ദൈവവചനത്തിനെതിരെയോ ആരെങ്കിലും സംസാരിക്കുന്നത് കേൾക്കാൻ നിന്നു കൊടുക്കരുത്. അതിന് ചെവി കൊടുക്കുന്നത് അപകടമാണ്. അവിടെ തന്നെ ഒരാൾ വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പാപം അങ്ങനെ ഒരു മനുഷ്യൻ്റെ മേൽ ശക്തമായി സ്വാധീനം ചെലുത്തും. തിരുത്തപ്പെടേണ്ടതുണ്ട്. ഇവിടെ മൂന്നാമത് ഒരു കുഴപ്പം കാണുന്നത്, ദൈവം വിലക്കിയതിനെ ആഗ്രഹിച്ച് അതിൻ്റെ അരികിലേക്ക് ചെല്ലുകയും ആ ചെല്ലൽ അപകടമായി തീരുകയും ചെയ്തു എന്നുള്ളതാണ്. അരുത് എന്ന് വിലക്കിയതിനെ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നതാണ് ഒരു വലിയ അനർത്ഥം. മൊത്തത്തിലുള്ളൊരു പ്രശ്നം ഇതാണ്. അരുത് എന്ന് എന്ത് സംഗതിയെക്കുറിച്ച് വിലക്കിയിട്ടുണ്ടെങ്കിലും അതറിയണം എന്നുള്ള ജിജ്ഞാസ അതെല്ലാ കാലത്തും മനുഷ്യനെ വല്ലാതെ ഭരിക്കുന്ന ഒരു ദുഷിച്ച വികാരമാണ്. ഒരു പാത്രം അടച്ച് കയ്യിൽ കൊടുത്തിട്ട് ഇത് തുറക്കരുത് എന്ന് പറഞ്ഞാൽ നിശ്ചയമായിട്ടും അത് തുറന്നിരിക്കും. കാരണം അതിനകത്ത് എന്താണെന്ന് അറിയാനുള്ള ജിജ്ഞാസ. ഈ ജിജ്ഞാസയാണ് പ്രിയപ്പെട്ടവരെ നമ്മളെയൊക്കെ കുഴപ്പത്തിൽ ചാടിക്കുന്നത്. ഹൗവയിൽ ഈ ജിജ്ഞാസ ഉണ്ടായിരുന്നു. അരുത് എന്ന് വിലക്കിയതിനെ അരുത് എന്ന് തന്നെ വയ്ക്കാനുള്ളതായ ഒരു മനോനില കൈവിട്ടു പോകുന്നു. അത് വലിയ അപകടത്തിലേക്കും വലിയ തകർച്ചയിലേക്കും കൊണ്ടുചെന്ന് എത്തിക്കുകയാണ്. നമ്മൾ ഇനിയും തിരിച്ചറിയുന്നില്ല. ഈ നിഗൂഢമായിരിക്കേണ്ട ചില സംഗതികളുണ്ട് എന്ന് ദൈവം പറഞ്ഞാൽ അത് നിഗൂഢമായി തന്നെ ഇരിക്കണം. അത് തുറന്ന് കണ്ടേ ഞാൻ അടങ്ങൂ എന്നുള്ളത് പാപത്തിന് വേണ്ടി വാതിൽ തുറന്നിടുന്നതിന് തുല്യമാണ്. പിശാചിന് വേണ്ടി നാം വാതിൽ തുറന്നു കൊടുക്കുകയാണ്. ചില കാര്യങ്ങളിൽ നിയന്ത്രണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് അരുത് എന്ന് തന്നെ നിലപാടെടുക്കാൻ കഴിയണം. ആ നിലപാടിൽ നിന്ന് പരാജയപ്പെടുന്നിടത്ത് ഒരു മനുഷ്യൻ തീർത്തും തോറ്റുപോവുകയാണ്. അപ്പോൾ പാപം ഉത്ഭവിച്ചത് പിശാചിലാണെന്നും അതെങ്ങനെ മനുഷ്യനിലേക്ക് കടന്നു കയറിയെന്നുമാണ് നമ്മൾ ഈ കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ട് കേട്ടുകൊണ്ടിരുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്നും ഇങ്ങനെ പിശാചിന് ഇടം കൊടുക്കുന്നത് മുഖാന്തിരം, അവൻ്റെ വാക്ക് കേൾക്കാൻ അല്ലെങ്കിൽ അവന് വേണ്ടി സംസാരിക്കുന്നവരുടെ വാക്ക് കേൾക്കാൻ കാത് കൊടുത്തത് മുഖാന്തിരം, ദൈവത്തെ സംശയിച്ചത് മുഖാന്തിരം, അരുത് എന്ന് വിലക്കിയത് അരുത് എന്ന് വെക്കേണ്ടതിന് പകരം അത് ആസ്വദിക്കണമെന്ന മോഹം ഉള്ളിലുണ്ടായത് മുഖാന്തിരം അനേകം പേർ പാപത്തിലേക്ക് ഇപ്പോഴും നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിലും ഇതിങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്ന് സ്വന്തം മനസാക്ഷിയോട് ഒന്ന് വിലയിരുത്തി ചോദിപ്പാൻ, ഉണ്ടെന്ന് നിഷേധിക്കാതെ ഒന്ന് സമ്മതിക്കാൻ നമുക്ക് മനസ്സുണ്ടാകുമെങ്കിൽ മാറ്റങ്ങൾ നമ്മളിൽ സ്വാഭാവികമായും സംഭവിക്കും. ജീവിതത്തെ തിരുത്തണം. ദൈവത്തിൻ്റെ ആത്മാവ് അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു.
ഈ കേൾക്കുന്ന വചനമെല്ലാം എൻ്റെ ദൈവം എന്നോട് സംസാരിക്കുന്നതാണ് എന്ന ആത്മബോധത്തോടെ സ്വയം തിരുത്തുവാൻ നമുക്ക് ഭാഗ്യമുണ്ടാകട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇതിൻ്റെ തുടർച്ച അടുത്ത പ്രാവശ്യം പങ്കിടാം. പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, വാഴ്ത്തപ്പെട്ട ദൈവമേ, ഈ നല്ല സമയത്തിനായി നന്ദി പറയുന്നു. നിൻ്റെ പാദപീഠത്തിൽ ഞങ്ങളെ വിളിച്ച് ചാരത്ത് ഇരുത്തി എഴുന്നള്ളി നിന്ന് ഞങ്ങളോട് വ്യക്തമായി സംസാരിച്ചു കൊണ്ടിരുന്നല്ലോ. എങ്ങനെയാണ് പാപം മനുഷ്യനിൽ കടന്നത് എന്ന്, എന്തൊക്കെ കാരണത്താലാണത് മനുഷ്യൻ്റെ മേൽ അധികാരം പൂണ്ടത് എന്ന്, എങ്ങനെയാണത് തലമുറകളിലേക്ക് പകരപ്പെട്ടത് എന്ന് വചന വെളിച്ചത്തിൽ ഞങ്ങളെ പഠിപ്പിച്ചല്ലോ. ദൈവമേ, ഞങ്ങളിതിങ്ങനെ കേൾക്കുക മാത്രമല്ല, ഞങ്ങളതിനെക്കുറിച്ച് ഞെട്ടുകയും ചിന്തിക്കുകയും തീരുമാനങ്ങൾ എടുക്കുകയും തിരുത്തുകയും ഒക്കെ ചെയ്യേണ്ടവരാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഈ പാപത്തിന് സ്വാധീനമില്ല എന്ന് ഉറപ്പ് വരുത്തുവോളം ഞങ്ങൾ പരിശ്രമം ചെയ്യേണ്ടവരാണ്. അതിന് ഞങ്ങളോട് കൃപ തോന്നണമെന്ന് വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരം കൂടെ ഇരിക്കണം. അവിടുത്തെ വചനം ഞങ്ങളെ ശക്തിപ്പെടുത്തണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. Believe